കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോട് കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നത് വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം ഏതു സ്ത്രീ മനസ്സിനെയും സങ്കടത്തിലാഴ്ത്തുന്നതായിരുന്നു വസുദേവർ കംസനു നൽകിയ പ്രതിജ്ഞ. പിറക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം രാജാവിൻ്റെ കാൽക്കൽ കാഴ്ചവെക്കുക. ദേവകി അതോർത്ത് താപസംഭ്രമങ്ങളിൽ ഉഴറി. പക്ഷേ ഒക്കെ ഭഗവങ്കൽ സമർപ്പിക്കാൻ പരമസാത്വികനായ വസുദേവർ അവളെ പ്രേരിപ്പിച്ചു. ദേവകി വൈകാതെ പ്രഥമഗർഭത്താൽ ധന്യവതിയായി. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വധിക്കാൻ നൽകണമല്ലോ എന്ന ചിന്ത ആ സതീരത്നത്തിൻ്റെ ഉള്ളിൽ നീറിപ്പുകയാൻ തുടങ്ങി. ആശ്വസിപ്പിക്കാൻ വസുദേവരോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, സപത്നിയായ രോഹിണി ദേവി. പലതും ത്യജിക്കാനുള്ള പാഠം തന്നെയാണ് ഈ ഉള്ളവൾക്കും ആദ്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ത്യജിക്കേണ്ടി വന്നിരിക്കുന്നത് പ്രസവിക്കുന്ന 8 സന്താനങ്ങളെയും. ശാന്തചിത്തയായാലും ദേവകി, ഒക്കേക്കും നിമിത്തം ഒരാകാശഭാഷിതം.
എന്നുവെച്ചാൽ ഈശ്വരേച്ഛ. ഈശ്വര നിശ്ചയം സഫലമാകട്ടെ. സഫലമാകും, ആകണം. കാരണം നമ്മുടെ പതിദേവൻ വാക്ക് പാലിക്കുന്നവനാണ്. കൊടുത്ത വാഗ്ദാനം, അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നമുക്കെന്തവകാശം? ധർമ്മരക്ഷകനാണ് ദേവകി, നമ്മുടെ പതിദേവൻ. അറിയില്ലേ ആ മഹാത്മാവിന്റെ ജന്മവൃത്താന്തം? അദ്ദേഹത്തിന്റെ ജനന സമയത്ത് ദേവകൾ ആകാശവീതിയിൽ നിന്നും ആനകദുന്ദുബി വാദ്യങ്ങൾ മുഴക്കിയത്രേ. അതുകൊണ്ടാണ് ജ്ഞാനികൾ ആ മഹാത്മാവിനെ ആനകദുന്ദുബി എന്ന് വിശേഷിപ്പിക്കുന്നത്. ത്യജിക്കേണ്ടവരെ ഗർഭത്തിൽ പേറേണ്ടവളെങ്കിലും മനസ്സിൽ അതോർത്ത് വിഷാദമരുത് ഒരിക്കലും. സദാ പ്രസരിപ്പോടെ ഇരിക്കണം. മനസ്സിൽ സദാപി നാമജപവും. നല്ലതേ വരുത്തൂ ഭഗവാൻ. മാഗന്ധങ്ങൾ തളിരണിഞ്ഞ് ഫലസമൃദ്ധിയാൽ നിറയുന്നത്ര വേഗത്തിൽ ആ മുഹൂർത്തം സമാഗതമായി. ദേവകീദേവി പ്രഥമ സന്താനത്തിന് ജന്മം നൽകുന്ന മുഹൂർത്തം. വസുദേവർ വാക്കുപാലിക്കേണ്ടുന്ന മുഹൂർത്തം. കംസൻ എന്തു ചെയ്യും ആ കുഞ്ഞിനെ? ചിന്തകളാവിധം വസുദേവ ദേവകീ ചിത്തങ്ങളെ ആകുലമാക്കിക്കൊണ്ടേയിരുന്നു. കംസൻ അപ്പോഴും ആസുരത്വത്തിന്റെ കരുക്കൾ നീക്കിക്കൊണ്ടു. പോട്ടരശ്, കുത്തിയരശ്, അത് നീക്കാൻ നമുക്കിത് മതി. വെറും ഒരു ഉന്തിയരശ്. ഇഷ്ടരശ്. ഞാൻ എപ്പോഴും ജയിക്കുക ഇഷ്ടരശിലൂടെയാ. അത് നടക്കില്ല. ഇതാ ഒരു വെച്ചരശ്. മതി, ഞാൻ അടിയറവ് പറഞ്ഞു. മഗധാധിപനായ ജരാസന്ധപുത്രിക്ക് എന്നും ഇതുതന്നെയാണല്ലോ വിധി. നമ്മോട് അടിയറവ് പറയൽ. ബാന്ധവത്തിന് സമ്മതിക്കുമ്പോ വധു ചതുരംഗത്തിൽ നിപുണയായിരിക്കണം എന്നൊരു വ്യവസ്ഥ വെച്ചില്ലല്ലോ അങ്ങ്. ചോദ്യത്തിലെ ഫലിതം നന്നായി. ഒരു തരത്തിൽ നേരത്തെ ചതുരംഗം അഭ്യസിക്കാതിരുന്നത് നന്ന്. നമുക്ക് പഠിപ്പിച്ചു തരാനായല്ലോ ഒരു വിദ്യ. അതുകൊണ്ട് മധുവിധ കാലത്തിന് ഇത്തിരി മാധുര്യവും കൂടി, ഇല്ലേ? ഒറ്റയ്ക്ക് അല്ലെങ്കിൽ പത്നി സമേതം, അത്രയുള്ളൂ നമ്മുടെ ചതുരംഗ താല്പര്യം. ഒരു തരത്തിൽ ഭാര്യയോടൊത്ത് ആടേണ്ട കേളി തന്നെയാണ് ചതുരംഗം. ഒരു ഭാര്യ തന്നെയാണ് ഈ സുന്ദര വിനോദം സൃഷ്ടിച്ചതും. ആരെന്നറിയില്ല അല്ലേ? പറയാം. രാവണപത്നി. ലങ്കേശനായ രാവണന് യുദ്ധം ചെയ്യാത്ത നാളുകൾ സങ്കല്പിക്കാനേ കഴിഞ്ഞിരുന്നില്ല. എന്നും യുദ്ധം, കർണപുടങ്ങളിൽ എന്നും പോർവിളി നാദം. അതായിരുന്നു ഇഷ്ടം, നമ്മെപ്പോലെ. പക്ഷേ എന്നും ആരോട് യുദ്ധം ചെയ്യാൻ? അതുകൊണ്ട് യുദ്ധമില്ലാത്ത നാളുകളിൽ അസ്വസ്ഥനായിരുന്നു രാവണപ്രഭു. ആ മനസ്സ് പത്നി മണ്ഡോദരി വായിച്ചറിഞ്ഞു. ഭർത്താവിന്റെ യുദ്ധതൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ
മണ്ടോദരി ചമച്ചതാണത്രേ ചതുരംഗ വിനോദം. രാവണ മാഹാത്മ്യം സൂതർ പൊലിപ്പിച്ച് ആ കഥ പാടുന്നത് ബാല്യത്തിൽ നാം കേട്ടിട്ടുണ്ട്. അന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ് രാവണതുല്യം ചതുരംഗലീല. കഥ അറിയാനായതിൽ സന്തോഷം. സത്യത്തിൽ എനിക്കിഷ്ടമാണിപ്പോ അങ്ങയോട് ചതുരംഗമാടാൻ, തോൽക്കാൻ, അടിയറവ് പറയാൻ. അസ്ഥിയെപ്പോലല്ല നീ, കേമത്തി. കംസമഹാരാജാവ് നീണാൾ വാഴട്ടെ. എന്താണ് പ്രദ്യോതൻ ഈ നേരത്ത്? ഒരു വാർത്ത കേട്ടു. ദേവകി ദേവി തിരുവയറൊഴിയാൻ കാലമായി അത്രേ. സൂതികയെ വിളിക്കാൻ ആളെ അയച്ചിട്ടുണ്ട്. നന്നായി. ആ വസുദേവർ വാക്ക് പാലിക്കുമോന്നറിയാനുള്ള കാലം സമാഗതമായി. വരട്ടെ, നോക്കാം. വാക്ക് പാലിക്കുമോ വസുദേവർ? കണ്ണടച്ച് ജപിച്ചു കിടന്നോളൂ. അങ്ങ് പൊയ്ക്കോളൂ. സൂതിക വരാൻ കാലമായി എന്നല്ലേ പറഞ്ഞത്? അതെ, വരട്ടെ. ഇവൾ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും അപ്പപ്പോൾ തന്നെ നാം തിരുമുമ്പിൽ എത്തിച്ചു തരാം. അവരെ എന്തു ചെയ്യണമെന്ന് അങ്ങേക്ക് തന്നെ തീരുമാനിക്കാമല്ലോ. ദേവകി, വൈകിക്കുന്നില്ല. നാം നമ്മുടെ ശപഥം നിറവേറ്റാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. ഒരിറക്ക് മുലപ്പാൽ പോലും കൊടുത്തില്ല. വേണ്ട, സ്തന്യപാനം ചെയ്യിപ്പിച്ച് ബന്ധം സ്ഥാപിച്ചിട്ട് എന്ത് കാര്യം? തേനെത്തിച്ചു കൊടുക്കാൻ ചുണ്ടിൽ അതു മതി.
എന്താണ് ഉത്തരം പറയാത്തത്? അടിയനാവുന്നത്ര കൊണ്ടുവന്നിട്ടുണ്ട്. ആവുന്നത്ര. ഇതാണോ താങ്കളുടെ പരമാവധി? വിലപിടിപ്പുള്ള ഒരു രത്നം പോലും ഇല്ലെന്നല്ലേ ഖജനാവുകാരിക്കാരൻ പറഞ്ഞത്? കുറെ പൊന്നും പണവും സാമന്ത രാജാവ് എന്ന പദവിയും വെച്ച് ഇനി ഇങ്ങനെ സുഖിച്ച് വാഴാമെന്ന് വിചാരിക്കണ്ട. ഒക്കെ കാൽ കീഴിൽ കൊണ്ടുവന്ന് വെക്കാൻ നമ്മുടെ ഒരു കൽപ്പന മാത്രം മതി. പിന്നെ മാന്യ സാമന്തന് വാസം കാരാഗൃഹത്തിൽ. അത് മതിയല്ലേ? അടിയൻ കുറച്ചുകൂടി എന്തെങ്കിലും. അപ്പൊ വിചാരിച്ചാൽ നടക്കും. കാളിന്തിയുടെ ദക്ഷിണ തീരത്തെ അങ്ങയുടെ നാടിന്റെ ഫലഭൂയിഷ്ടി നമുക്കറിയാം. അതിനൊത്തവണ്ണം രാജഭോഗം നൽകാൻ സന്നദ്ധനല്ലെങ്കിൽ സാമന്ത പദവി പിൻവലിക്കാൻ അമാന്തമേറെ ഉണ്ടാവില്ല. അടിയൻ പൊയ്ക്കോളൂ. കംസമഹാരാജാവ് നീണാൾ വാഴട്ടെ. അതിന് താങ്കളുടെ സ്തുതി ആവശ്യമില്ല. മനസ്സിലായോ? കപ്പം നൽകാനുള്ളത് മുടക്കി മടിശീല കനപ്പിക്കാൻ നടക്കുന്ന ഒരു വിദ്വാൻ. പ്രദ്യോത, ആജ്ഞാപിച്ചാലും പ്രഭു. ഈ AP ശിരോമണിയുടെ കൂടെ ചെല്ലൂ. അദ്ദേഹത്തിന്റെ ഖജനാവ് തുറന്ന് നൽകാനുള്ളതിന്റെ 3 ഇരട്ടി കപ്പവും കൈക്കലാക്കി വേണം വരാൻ. നടക്ക്. കർശനമാക്കണമെല്ലാം. രാജഗുരു, ഒരു വൻ യുദ്ധത്തിന് കാലം ഗണിച്ചോളൂ. വിഭവങ്ങൾ ഒരുക്കാൻ കാലമേറെ വേണ്ട. കാലം ഇത് അനുചിതമാണ്. ഇല്ലേ ആസ്ഥാന ജ്യോതിഷി? അതേ പ്രഭു. കംസമഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രഭു, വസുദേവരാജൻ മുഖം കാണിക്കാൻ വന്ന് നിൽക്കുന്നു. എത്തിയോ? വരാൻ പറയൂ. അടിയൻ. എന്താണ് ചെയ്യേണ്ടത്? കൊന്നറിയണമോ അതോ? ഭോജമഹാരാജൻ വിജയീഭവ. സ്വാഗതം. ദേവകീ ദേവിയുടെ കടിഞ്ഞൂൽ കുഞ്ഞ് പറഞ്ഞ വാക്കു നാം പാലിക്കുന്നു. ഇതാ. കടിഞ്ഞൂൽ കുഞ്ഞ് പുത്രൻ അല്ലേ? അതെ. സോദരിയുടെ പ്രഥമ സന്താനം. നമ്മെ മാതുലിൽ നിന്ന് വിളിക്കാൻ ആദ്യം പിറന്നവൻ. രാജഗുരു, അരുളി ചെയ്താലും പ്രഭു. ദേവകിയുടെ അഷ്ടമ സന്തതി നമ്മെ നിഹനിക്കുമെന്നായിരുന്നല്ലോ അശരീരി. ഇവൻ പ്രഥമപുത്രൻ. വസുദേവർ നൽകിയ വാഗ്ദാന പ്രകാരം നമുക്കിവനെ എന്തും ചെയ്യാം. ജീവിക്കാൻ അനുവദിക്കാം, വധിക്കാം. ഗുരു, അങ്ങ് തന്നെ പറയൂ, എന്ത് ചെയ്യണം ഇവനെ? നാം അതനുസരിക്കാം. സത്യധർമ്മ പരിപാലനത്തിനു വേണ്ടി മറ്റെന്തും ത്യജിക്കാൻ സന്നദ്ധരാകുന്നവരാണ് സജ്ജനങ്ങൾ. സത്യപരിപാലനം ഭഗവത് ഭക്തിയുടെ ലക്ഷണമാണ്. വസുദേവർ അതറിയുന്ന മഹാനാണ്. അതുകൊണ്ടാണ് പുത്രനെ കംസന് നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. ഭഗവത് തത്വം അറിയുന്നവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായി ഒന്നുമുണ്ടാകില്ല എന്നു സാരം.